ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാലങ്ങളായിട്ട് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിച്ചു മടുത്തവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ധാരാളമായിട്ട് കാണുന്ന ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് മുക്കുറ്റി. മുക്കുറ്റി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹ രോഗത്തിന് മറ്റൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള വാത, പിത്ത, കഫ ദോഷങ്ങൾ നീങ്ങാൻ അത്യുത്തമമാണ് മുക്കുറ്റി. മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പ്രമേഹ രോഗത്തിന് എങ്ങനെയാണ് മുക്കുറ്റി വെച്ചിട്ട് നിയന്ത്രിച്ചില്ലാതാക്കുന്നത് എന്ന് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. വഴിയെ നമ്മളെല്ലാ മുക്കുറ്റിയുടെ എല്ലാ ഗുണങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതാവും. അപ്പോൾ പ്രമേഹ രോഗത്തെ കൂടാതെ അമിതവണ്ണം, മുഖസൗന്ദര്യം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, മൂത്രാശയ രോഗങ്ങൾ, ആസ്മ, ചുമ, വിട്ടുമാറാത്ത കഫക്കെട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുക്കുറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അസ്ഥിസ്രാവം, വെള്ളപ്പോക്ക് എന്നൊക്കെ പറയില്ലേ, അത് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മുക്കുറ്റി വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഇത് കർക്കിടക മാസത്തൊക്കെ നമ്മൾ മുക്കുറ്റി കഞ്ഞി വെച്ചൊക്കെ കുടിക്കാറുണ്ട് അല്ലേ. കൂടാതെ ഗർഭിണികൾക്ക് നമുക്ക് വെന്തവെള്ളം ഉണ്ടാക്കുമ്പോൾ മുക്കുറ്റി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ, കടന്നൽ, തേനീച്ച തുടങ്ങിയ ചൊറിച്ചിൽ മൂലമുണ്ടാകുന്ന കുരുക്കൾ, അലർജി, ഇതിനൊക്കെ നമുക്ക് മുക്കുറ്റിയുടെ ഇല അരച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് മുക്കുറ്റി പ്രമേഹ രോഗത്തെ എങ്ങനെയാണ് നിയന്ത്രിച്ചില്ലാതാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പോലെ വലിപ്പമുള്ള ഒരു മുക്കുറ്റി വേരോടെ പറിച്ചെടുക്കാം. അതല്ലെങ്കിൽ 2-3 ചെറിയ മുക്കുറ്റി ഇതുപോലെ പറിച്ച് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കണം. കാരണം നമ്മളിത് മുക്കുറ്റി സമൂലമാണ് എടുക്കുന്നത്. അതായത് ഈ മുക്കുറ്റിയെ മുഴുവനായിട്ട് തന്നെ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിലൊക്കെ ഉള്ള അതുപോലെ തന്നെ ചെടിയിലൊക്കെ ചെറിയ പ്രാണികളും ഒക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുക്കുറ്റി നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമ്മൾ വലിയ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ പകുതി ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു വെള്ളം പ്രമേഹ രോഗത്തിനുള്ള ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 1 ഗ്ലാസ് ആക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു മുക്കുറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷവും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളം നമുക്ക് 1/4 ഗ്ലാസ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുക്കുറ്റിയിലുള്ള എല്ലാ സത്തും നമുക്ക് വെന്ത് ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്ന വിധത്തിൽ നമുക്ക് മുക്കുറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നമുക്ക് മാറി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളന്നെടുക്കാൻ പറ്റില്ല 1/4 ഗ്ലാസ്. പക്ഷെ നമുക്ക് ഏകദേശം നമ്മളൊരു കണക്കാണ് പറഞ്ഞത്. 2 ഗ്ലാസ് വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എന്നുള്ള പരുവത്തിലേക്ക് നമുക്കിത് കിട്ടണം. അപ്പോൾ ഈ രീതിയിൽ പ്രമേഹ രോഗത്തിന് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ പ്രമേഹ രോഗവും മരുന്നില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒരു മഞ്ഞ കളറിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടും കേട്ടോ. പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ മുക്കുറ്റി. അപ്പോൾ നമ്മളിത് ഈ ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, അരിച്ചെടുത്തപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഗ്ലാസ് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചെറു ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ നമ്മളൊരു 7 ദിവസം കുടിക്കുക. അതിനുശേഷം നമ്മൾ ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പോലെ ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരവും ഇതുപോലെ കുടിക്കാവുന്നതാണ്. പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ മുക്കുറ്റി ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്